മറിച്ച് വ്യക്തിപരമായി അവനെ വിളിച്ച് ഉപദേശിച്ചാലാണ് അവൻ ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിയാകുക എന്ന തോന്നലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവനെ വ്യക്തിപരമായി ഉപദേശിച്ച് അവനെ നാളെയുള്ള സമൂഹത്തിന്റെ വാഗ്ദാനമായി വരദാനമായി നിങ്ങളിലേക്ക് ഇന്നലെ മാത്യു സാറ് പറഞ്ഞതുപോലെ പ്രതീക്ഷയോടെ നിങ്ങളിലേക്ക് ഏൽപ്പിച്ച രക്ഷിതാക്കളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നവരായിരിക്കണം നിങ്ങൾ. അത് പറയുമ്പോൾ പല സമയങ്ങളിലും പല വേദികളിലും വെച്ച് പറയാറുണ്ട്, ചില അധ്യാപകര് അവര് ലക്ഷങ്ങൾ കൊടുത്തിട്ട് കയറിയവരാണെന്ന്. പക്ഷെ ആ ഒരു സംഭവത്തെ നിഷിദ്ധമായി വിമർശിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ളതിനെതിരെ സംസാരിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, നാളെയുടെ അധ്യാപകരോട് ഈ അവസരത്തിൽ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സ്റ്റാഫ് റൂമിൽ നിന്ന് അവനെ ഉപദേശിക്കുന്നതിനപ്പുറത്ത് പഠനയാത്രകളിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവനോട് സല്ലപിക്കുമ്പോൾ അവനുമായി ഇടപഴകുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ അവനോട് കളിക്കാനും അവനോട് പാടാനും പാടാനുമുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ ബഹുമാന്യനായ ഐജാസ് മാഷ് ക്ലാസ് റൂമിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതൊരു വിദ്യാർത്ഥിയെയും പേടിപ്പെടുത്തുന്ന തരത്തിൽ ഞാൻ ആദ്യം ഐജാസ് എന്ന നമ്മുടെ ബഹുമാന്യനായ അധ്യാപകന്റെ അടുത്ത് പോയത് തീയെ എങ്ങനെയാണോ ഒരു തണുപ്പുള്ള സ്ഥലത്ത് വെച്ച് ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുക അതുപോലെയായിരുന്നു. തണുപ്പുള്ള സ്ഥലങ്ങളിൽ വെച്ച് തീയുടെ ചൂടേൽക്കൽ അത്യാവശ്യമാണ്. പക്ഷേ ആ തീയിലേക്ക് അധികം അടുത്താൽ ആ തീയിൽ നിന്ന് പൊള്ളലേൽക്കും എന്ന രീതിയിലായിരുന്നു ഞാൻ എന്റെ ബഹുമാന്യനായ അധ്യാപകന്റെ അടുത്ത് പോയത്. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ചരിത്രത്തിലെ ഇബ്രാഹിം നബിക്ക് നമ്രൂദ് എന്ന ശത്രു ഒരുക്കിയ തീയാണ്. ആ തീയിൽ നിന്ന് തണുപ്പ് മാത്രമേ ഏൽക്കുകയുള്ളൂ, ഒരിക്കലും ആ തീയിൽ നിന്ന് പൊള്ളലേൽക്കുകയില്ല എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ ഓരോ അധ്യാപകരും, നമ്മുടെ ബഹുമാന്യനായ അസ്ലം സാറ് ഒരു